വർഷത്തെ പ്രണയമാണ് ഞാനും അപ്പൂസും തമ്മിലുള്ളത്. ഈ 10 വർഷത്തിനിടയ്ക്ക് അപ്പൂസ് എന്നോടൊന്നും തന്നെ അവന് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് വാങ്ങിച്ചിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പൂസിന് ഈ തോക്ക്, അതായത് നമ്മുടെ പട്ടാസൊക്കെ വെച്ച് പൊട്ടിക്കത്തില്ലേ, ആ തോക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്റെ സ്വഭാവത്തിന് നിനക്ക് വരെ പണിയില്ലേ എന്നാണ് ആദ്യം ചോദിക്കാൻ പോയത്. പക്ഷെങ്കിൽ ഞാൻ വിചാരിച്ചു അവന്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നും ആയിരിക്കത്തില്ലല്ലോ എന്നോടത് വാങ്ങിച്ചു തരാൻ പറഞ്ഞത്. ആദ്യമായിട്ട് ഒരു ആഗ്രഹം പറഞ്ഞിട്ട് അത് സാധിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ എന്ത് ഭാര്യയാണ്? പണ്ട് മുതലേ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുന്നത്, അതായത് മിഠായി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കവറ് വരെ സൂക്ഷിച്ചു വെക്കുന്നത് അപ്പൂസിന്റെ ഒരു പ്രത്യേകതര സ്വഭാവമാണ് കേട്ടോ. അതുകൊണ്ട് എന്തും ധൈര്യമായിട്ട് അവന് വാങ്ങിച്ചു കൊടുക്കാൻ സൂക്ഷിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഈ സാധനം എന്റെ കൂട്ടുകാർ വേണമെന്നും പറഞ്ഞ് അവള് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അവൾക്ക് ഇതിന് പിന്നിലെ സ്റ്റോറി ഒന്നും അറിയില്ല കേട്ടോ. ആദ്യമായിട്ട് അപ്പൂസ് പറഞ്ഞതാണെന്നും ഞാനത് വാങ്ങിച്ചു കൊടുത്താണെന്നുള്ള കാര്യമൊന്നും. അമ്പലത്തിൽ നിന്ന് ആൽത്തർ ഭജൻസിന്റെ ഗാനമേളയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം നേരെ നാത്തൂന്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും അവരവരുടെ നാട്ടിലെ ഉത്സവങ്ങൾ മെയിൻ ആണല്ലേ. നമ്മൾ വിചാരിക്കാൻ നമ്മുടെ നാട്ടിലെ ഉത്സവമാണ് മെയിൻ എന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ചെമ്പിലെ ഉത്സവമാണ് കേട്ടോ ഇത്. നല്ല അടിപൊളിയായിരുന്നേ കാണാനായിട്ട്. പക്ഷെ എനിക്ക് ഛർദിയും ഗ്യാസും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായതുകൊണ്ട് അധികം ഇതൊന്നും കാണാൻ വേണ്ടി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.